ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു, ടാരറ്റ്. ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ട്രെയിലർ തന്നെയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രെയിലർ. ഒരു അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് ഈ ഒരു ടാരറ്റ് എന്നല്ല ശരിക്കും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ടാരോ എന്നാണ്. ഈ ടാരോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കാർഡ്സ് ആണ്. നമ്മുടെ ഫോർച്യൂൺ ടെല്ലി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിൽ വന്ന കാർഡ്സ് ആണ്. അതായത് ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ നമ്മുടെ ഹോറോസ്കോപ്പിക് സൈൻസ് ഒക്കെ വെച്ചിട്ട് ഷഫിൾ ചെയ്തിട്ട് നമ്മുടെ സൈനിന് ഏതാണോ കാർഡ് വരുന്നത്, സോ ആ ഒരു കാർഡിലെ ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യണം. സോ അങ്ങനെയാണ് ഈ ടാരോ കാർഡ്സ് വെച്ച് ഗെയിം കളിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ മറ്റേ തത്തമ്മ എടുത്ത ഒരു കാർഡ് എടുക്കാൻ പറഞ്ഞിട്ട് ഏതാണ് കാർഡ് വരുന്നത് അതിന് ആ ഒരു ഫോട്ടോ വെച്ചിട്ട് പിന്നെ പറയത്തില്ല. സെയിം തന്നെ അതിന് ഏഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്ന ഇതിന്റെ ഒറിജിൻ വേണമെങ്കിൽ പറയാം. അതാണ് ഈ ടാരോ കാർഡ്സ് എന്ന് പറയുന്നത്. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എൻറ്റയർ മൂവി പോകുന്നത്. ഈ ടാരോ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹൊറർ എന്നേക്കാളും കൂടുതൽ ആ ഒരു ത്രില്ലർ മൂഡാണ് എനിക്ക് സിനിമയിൽ കിട്ടിയത്. അത്ര അടിപൊളിയായിട്ടായിരുന്നു ഇതിന്റെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഭയങ്കര ഹൊറർ ആയിട്ട് അല്ലെങ്കിൽ സിനിമയുടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എൻഡ് വരെ നിങ്ങൾ അവന്റെ പേടിപ്പിച്ച് വിറപ്പിക്കുന്ന സീക്വൻസ് ഒന്നും ഈ ഒരു മൂവിയിലില്ല. അത് പ്രതീക്ഷ ആരും പോകരുത്. ഒരു എന്താ പറയുക, ഒരു ത്രില്ലർ മൂവി അതിലൊരു ഹൊറർ എലമെന്റ്സ് വന്നാൽ എങ്ങനെ ഇരിക്കും ആ രീതിയിലാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ സിനിമ കണ്ട് കഴിഞ്ഞ് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഈ മൂവി തരുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മൂവി ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല വർക്കായി എനിക്ക് മൂവി. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ടെംപ്ലേറ്റ് സ്റ്റോറി ഒക്കെ ആണെങ്കിലും ആ ഒരു പ്രസന്റേഷനും ആ ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ടാരോസ് പറഞ്ഞ കാർഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ മൂവിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് ഔട്ടർ സിറ്റിയിലുള്ള ഒരു വീട് റെന്റിനെടുത്ത് അവിടെ താമസിക്കും. സോ അവരിങ്ങനെ ചില്ല് ചെയ്ത് അടിച്ചു വിളിച്ചിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരു റൂമിൽ ഒരുപാട് ആന്റിക് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നവർ കാണുന്നത്. സോ അതിന്റെ ഇടയ്ക്കാണ് ഇവർക്ക് ഈ ടാരോ കാർഡ്സ് കിട്ടുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും പറയും ഓക്കെ ഈ ഒരു കാർഡ് വെച്ച് നമുക്ക് ഗെയിം കളിക്കണം. കാരണം എല്ലാവർക്കും ഇത് ശരിക്കും കളിക്കാൻ അറിയത്തില്ല. ഒരാൾക്ക് മാത്രമേ ശരിക്കും ഈ ഹോറോസ്കോപ്പും ആ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കാനും പറയാനൊക്കെ അറിയത്തുള്ളൂ. സോ അങ്ങനെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഈ കാർഡ്സ് എടുത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിരുത്തി ആ ഒരു കാർഡ്സ് ഇങ്ങനെ ടേബിളും ഷഫിൾ ചെയ്ത് വെക്കും. അതായത് ഒരുപാട് സൈൻസ് ഉണ്ട് നമ്മുടെ ഹോറോസ്കോപ്പിൽ, എല്ലാ സൈൻസും ഉണ്ട്. ഈ സൈൻസ് ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ട് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ ഹോറോസ്കോപ്പ് സൈൻ ഏതാണോ അവിടെ ഒരു കാർഡ് ഷഫിൾ ചെയ്ത് വരും. സോ ആ ഒരു കാർഡിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെത്ത് ഉണ്ട്, ഡെവിൾ ഉണ്ട്, മെജീഷ്യൻ ഉണ്ട്, അങ്ങനെ ഇപ്പം ജോക്കർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് കാർഡ്സിലുണ്ട്. സോ പല ആൾക്കാരും പല സൈൻസ് അനുസരിച്ച് പല ക്യാരക്ടേഴ്സ് വരും. സോ അത് വെച്ചിട്ട് പ്രിഡിക്റ്റ് നാൾ പറയും തന്റെ ലൈഫിൽ ഇനി ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ റിലേറ്റ് ചെയ്തായിരിക്കും ഇങ്ങനെ ലൈഫ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഗെയിം പോലെ അവർ ഇങ്ങനെ കളിച്ച് ചില്ല് ചെയ്ത് പോകും. സോ ഈ കാര്യം അവിടെ കൊണ്ട് തീർന്നു. പക്ഷെ പിന്നീടാണ് ശരിക്കും ഈ ഒരു കാര്യത്തിന് റിലേറ്റ് ചെയ്തിട്ട് ഇവരുടെ ലൈഫിൽ ഒരു വലിയൊരു ചേഞ്ച് തന്നെ വരുന്നത്. കാരണം ഈ ഒരു ഗെയിം കളിച്ച ആൾക്കാർ ഈ ഒരു കാർഡ്സ് കാരണം പിന്നീട് കേഴ്സ് ആവുകയാണ്, അതായത് ശപിക്കപ്പെടും. ഈ ഓരോ കാർഡ്സിൽ ഇപ്പോൾ ഹോറോസ്കോപ്പിക് സൈൻ അനുസരിച്ച് അവർക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോക്കർ, ഡെവിൾ, ഗോസ്റ്റ്, ഡെത്ത്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അത് ഇവരുടെ ലൈഫിൽ ഇവരെ കേഴ്സ് ചെയ്യും. സോ പിന്നീട് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ആ ഒരു കേഴ്സ് ഇവർ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഈ ഒരു എൻറ്റയർ മൂവി സംസാരിക്കുന്നത്. ഒരു ത്രില്ലിംഗ് മൂഡിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. അല്ലാതെ ഭയങ്കര ഹൊറർ ആയിട്ടുള്ള സീക്വൻസ് ഒന്നും ഇല്ല എന്നല്ല, വലിയ ജംപ് സ്കെയർസ് ഒന്നും ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഒരു അനാവശ്യമായിട്ട് അവിടെ തിരിഞ്ഞാൽ ഇവിടെ തിരിഞ്ഞാൽ ചുമ്മാ ജംപ് സ്കെയർസ് വാരി വലിച്ചൊന്നും ഇട്ടിട്ടില്ല. ആകെ കുറച്ച് മാത്രമേ അവിടെ ഇവിടെ വരുന്നുള്ളൂ. പക്ഷെ സിനിമ ഫുൾ ഒരു ത്രില്ലിംഗ് മോഡിലാണ് പോകുന്നത്. അതായത് ഒരു ഹൊറർ എലമെന്റ്സും ആ ഗോസ്റ്റും ആ ഒരു ബ്ലാക്ക് മാജിക്കും സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് പോകുന്നുണ്ട്. പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ ഗോസ്റ്റിന്റെ പ്രസന്റേഷൻ ആയിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത ഗോസ്റ്റ് ഐറ്റംസ് ഒന്നും അല്ല, പുതിയതായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കാർഡ്സിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവിയിൽ വരുന്ന ഗോസ്റ്റും കാര്യങ്ങളൊക്കെ. ഇവരൊക്കെ ഒരു ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. സോ അതൊക്കെ നൈസ് ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു മൂവിയിൽ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ സിനിമ വർക്കായി, ഞാൻ സത്യം പറയാം. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ചില സൗണ്ട് എഫക്ട്സ് ഒക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ ടിവിയിൽ മൊബൈലൊക്കെ ഇരുന്ന് കണ്ടാൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ കാണിക്കുമ്പോൾ ഒരു സൗണ്ട് എഫക്ട്സ് ഉണ്ട്. അത് തിയേറ്ററിൽ നല്ലൊരു എഫക്റ്റ് ആയിരുന്നു ആ ഒരു സീക്വൻസ്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ റൺ ടൈം ഉള്ള ഒരു മൂവി എന്നല്ല, എനിക്ക് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉള്ള ഒരു മൂവി എന്ന് പറയുന്നത്. സോ ഭയങ്കര ഫാസ്റ്റ് പേസ് ആണ്. അല്ലാതെ ഭയങ്കര മറ്റേ ബാക്ക് സ്റ്റോറിനെ വലിച്ചിട്ട് 2.5 മണിക്കൂർ, പിന്നീട് പ്രേതത്തിന്റെ അടുത്തുള്ള കോൺവെർസേഷൻ തന്നെ 2.5 മണിക്കൂർ, പിന്നെ ക്ലൈമാക്സിൽ പ്രേതമായിട്ടുള്ള ഒരു വലിയൊരു കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സിനിമ സ്റ്റാർട്ട് ചെയ്ത എൻഡ് വരെ ഭയങ്കര ഫാസ്റ്റ് പേസ് ആണ്. ഇങ്ങനെ ഓരോ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ വന്ന് അടിപൊളിയായിട്ടാണ് ആ ഒരു എൻറ്റയർ മൂവി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും വൺ ടൈം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി മറ്റേ ഫുള്ളി ഹൊറർ മൂവി ഒന്നുമല്ല, ഒരു ഹൊറർ ത്രില്ലറാണ്. സോ ആ ഒരു കാര്യം നൈസായിട്ട് തന്നെ മൂവിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഹൊററിനെ കാണും കുറച്ചുകൂടി ത്രില്ലർ മോഡിലാണ് ഈ ഒരു എൻറ്റയർ മൂവി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ രണ്ട് ജോണേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള. സോ എന്തായാലും തീർച്ചയായിട്ടും കണ്ടുനോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മൂവി. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.